ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മമ്പാട് ഹാപ്പിനെസ് പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മമ്പാട് വടായിക്കൽ കംബ്രിഡ്ജിനോട് ചാരിയിട്ടാണ് ഈ പാർക്ക് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബീച്ചിലിരിക്കണ അതേ ഫീലിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ പുഴയുടെ വ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ ഇത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ അധികൃതർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എല്ലാ പാർക്കാണ് മെയിനായിട്ടും ഇത്. പിന്നെ വലിയവർക്ക് ഇവിടെ ഇരിക്കാനും പിന്നെ ഈ കാറ്റൊക്കെ കൊണ്ടിരുന്ന് സൊറ പറയാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇടക്കിടക്ക് ഗാനമേള പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നേരം കിട്ടുമ്പോൾ ഇവിടെ വന്നുകൊണ്ടൊന്ന് കാണാം കേട്ടോ അതൊക്കെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഫീസോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും മക്കളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരാ. പിന്നെ എന്താ വെച്ചാൽ ബീച്ചിൽ കിട്ടുന്ന എല്ലാ ഫുഡുകളും ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ നെല്ലിക്ക, മാങ്ങ, ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. പിന്നെ നിങ്ങൾ കഴിക്കാത്ത പലജാതി ഭക്ഷണങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വരിക, ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഐസ്ക്രീമിൻ്റെ ഒക്കെ പല വെറൈറ്റികളും ഉണ്ട് കേട്ടോ അവിടെ കിട്ടാൻ. ഇനി റോഡ് സൈഡ് കൂടെ പിന്നെ വണ്ടിയിലുണ്ട് ഒരുപാട് ഐസ്ക്രീം വിൽപ്പനക്കാരൊക്കെ. പലജാതി ഐസ്ക്രീമുകളും നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ എണ്ണക്കടികളുടെ വിഭവങ്ങളാണ് അത്. ഒരുപാട് കടികളുണ്ട്, പലതരം കടികളുണ്ട്. കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നാവിൻ്റെ തുഞ്ചത്ത് നിന്നും പോകൂല, അത്ര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിനൊക്കെ. റോഡിൻ്റെ രണ്ട് സൈഡിനും ഇഷ്ടം പോലെ ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് പറയേണ്ടി. ഈ ലൊക്കേഷൻ വരുന്നത് മമ്പാട് കംബ്രിഡ്ജിന് ചാരിയിട്ടാണ് കേട്ടോ. വടായിക്കൽ കംബ്രിഡ്ജിന് ചാരിയിട്ടാണ് ഈ പാർക്കുള്ളത്. പിന്നെ പാർക്ക് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് പാർക്കുകളുണ്ട്, ചെറുതും വലുതായ പാർക്കുകളൊക്കെ. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ പിന്നീട് വിടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ മാങ്ങി നെല്ലിക്കൊക്കെ കുറച്ചിട്ട് നമ്മൾ പിന്നെ പാലത്തിൻ്റെ മേലെ പോയിട്ടോ, കംബ്രിഡ്ജിൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് പുഴയുടെ വ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ പുഴൻ്റെ മേലിന്ന് പാലത്തിൻ്റെ മേലിന്ന് അടിയിലോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ പുഴയുടെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മിനി ബീച്ച് എന്നറിയപ്പെടുന്ന നമ്മളെ വടായിക്കലെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം നല്ല തണുത്ത കാറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കിവിടെ വെള്ളത്തിൽ ഇറങ്ങാനും പിന്നെ നീന്താനും കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നീന്തി കുളിക്കുമ്പോൾ കുട്ടികളെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് വെള്ളത്തിൽ പോയിട്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പം അവനവൻ്റെ കുട്ടികളെയൊക്കെ എല്ലാവരും വരുന്നതിൽ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ പുഴയിൽ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ് പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്നാലും എല്ലാവരും പുഴയിൽ ഇറങ്ങണം, കുളിക്കണം, നീന്തണം ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഈ ബീച്ചിൻ്റെ അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക കേട്ടോ. നല്ല കാറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ വന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതായത് ഒരു ബീച്ചിൽ ചെന്ന അതേ ഫീലിലുള്ള ജനങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം തന്നെ 3 മണിയായപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കൗതുകങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും വരിക, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.